വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെ ഇരിക്കുന്ന എല്ലാവരും? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ ഇന്ന് ഒരു വീക്കെൻഡാണ്, നമുക്ക് ഫ്രൈഡേ ആണ് വീക്കെൻഡ് സൗദിയിലിരിക്കുന്നവർക്ക്. സോ അങ്ങനെ ഹസ്ബൻഡ് ആഫ്റ്റർനൂൺ വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് ലീവാണ്. അങ്ങനെ അവരുടെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും പിന്നെ നമ്മളും ചേർന്നിട്ട് ഒരു നല്ലൊരു പ്ലേസിൽ പോകാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് 22 കൺട്രീസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. 22 കൺട്രീസ് ഒരുമിച്ച് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഈ ദുബായിൽ എന്താ ഗ്ലോബൽ വില്ലേജ് അല്ലേ ചേട്ടാ? ഗ്ലോബൽ വില്ലേജ് അതേ സെയിം ടൈപ്പിൽ ഇവിടെ ബോളിവുഡ് വേൾഡ് ആണ്. അവിടെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ പവിലിയൻസ് ഉണ്ട്, ലൈക്ക് കൾച്ചേഴ്സ്, ഫുഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. റിയാദ് സീസണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കുറച്ച് തണുപ്പുണ്ട് ഇവിടെ. തണുപ്പ് രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ട്. അങ്ങനെ ഇവിടുത്തെ റിയാദ് സീസണിന്റെ ഭാഗമായിട്ട് നമ്മൾ ബോളിവുഡ് വേൾഡിൽ കുറേ കൺട്രീസിന്റെ പവിലിയൻസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇന്ന് സ്പെഷ്യലായിട്ട് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് ആണ്. നമ്മൾ എത്ര മണിക്ക് അവിടെ പോയിട്ട് എത്തുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഓൾറെഡി 4 o'clock എന്തോ ആയിട്ടുണ്ട്. സോ നേരത്തെ എത്തിയാൽ പാർക്കിംഗ് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ പാർക്കിംഗ് കുറച്ച് പാടാണ്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ബോളിവുഡ് വേൾഡിന്റെ അടുത്തെത്തി, പക്ഷെ പാർക്കിംഗ് വലിയൊരു കാര്യമാണ്. എവിടെ എന്തുവാന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിൽ പ്രൈസ് ഉണ്ടോ അല്ല നമ്മൾ പൈസ കൊടുക്കണോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. നോക്കാൻ വേൾഡ് നമുക്ക് ഇതുവരെ പാർക്കിംഗ് കിട്ടില്ല. ഒരു ഹാഫ് ആൻ അവർ ആയി ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ എങ്ങനെയെങ്കിലും നോക്കാം ഒരു പാർക്കിംഗ് കിട്ടുമോന്ന്. സോ നമ്മൾ വേൾഡ് ഗേറ്റ് 2 എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഒത്തിരി തിരക്കുണ്ട്. സമയം ഇപ്പൊ 5:30 ആയതേ ഉള്ളൂ. 5:30 നല്ല ഇരുട്ടായിട്ടുണ്ട്. 5:30 ആണ് ഇവിടെ. 5:30 നല്ല ഇരുട്ടായിട്ടുണ്ട്. ഫൈനലി നമുക്കൊരു പാർക്കിംഗ് കിട്ടി, കഷ്ടപ്പെട്ടിട്ട് ഒരു പാർക്കിംഗ് കിട്ടി. സോ നമുക്കിന്ന് അകത്തോട്ട് കയറാം. ഒരാള് ജാക്കറ്റ് എല്ലാം എടുത്തിട്ട് വരുക. ഞാൻ ജാക്കറ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, എൻ്റെ ഡ്രസ്സ് കാണാൻ പറ്റത്തില്ലേ. നോക്കാം. വിഷ്ണു ജാക്കറ്റൊക്കെ എല്ലാം ഇട്ടിട്ട് സെറ്റായിരിക്കുകയാണ്. വേൾഡ് ഗേറ്റ് 2 എത്തിയിട്ടുണ്ട്. ഇവിടാണോ? അങ്ങനെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ചെറിയ ചെക്കിങ് ഉണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് ചെക്കിങ് കഴിഞ്ഞിട്ട് കയറണമാണ്. ഇവർ ചെക്ക് ചെയ്യും. ചെക്കിങ് പോവാണ്. ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ അകത്ത് കയറിയിരിക്കുകയാണ്. സോ തണുപ്പുണ്ടെന്ന് അറിയാൻ വയ്യ, ഞാൻ ജാക്കറ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ബോളിവുഡ് ഡോൾഫിൻ അറിയാം, ഡോൾഫിൻ്റെ സംഭവം കാണുന്നത്. ഇത് ആഫ്രിക്കയുടെ ഒരു ഡ്രസ്സസ് ആണ്. ഇതൊക്കെ മറ്റുള്ള Hi.
ചെറിയായിരിക്കും. എല്ലാ ക്രീംസ് ആണ് അവർ വിൽക്കുന്നത് എല്ലാ ഷോപ്പിലും. ലൈക്ക് അത് ഷിയ ബട്ടർ അങ്ങനെ എന്തോ സംഭവം, ഫുൾ ബോഡി ആൻഡ് ഹെയർ. പോണോ? നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇതുണ്ടോ തടിയുടെ എന്തൊക്കെ അല്ലേ? എനിക്കൊന്നും കാണാനും പറ്റത്തില്ല. ക്യൂട്ട് ക്യൂട്ട് ഉണ്ട്. ഉണ്ട്, പക്ഷെ ഇതിക്ക് പ്രത്യേക ഒരു പാസ് വേണം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഉറങ്ങുന്നാണോ? ഇങ്ങോട്ട് വാടോ, പൈസ കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ലയൺ ആണ്, വൈറ്റ് ലയൺ. ഹായ് കുട്ടപ്പ പോയി. നല്ല നടക്കൂ, വെളുക്കൂ. സോ നമുക്ക് റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സെലക്റ്റഡ് റൈഡ്സ് ആണ്, എല്ലാ റൈഡ്സിലും നമുക്ക് ഇരിക്കാൻ പറ്റൂല. സോ ചില റൈഡ്സിൽ നമുക്ക് ഇരിക്കാം. എന്നൊരു രണ്ട് കാർഡുണ്ട്. നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് വീവ് ടവറിലാണ്. 2 പേർക്ക് കയറാൻ പറ്റും. 2 പേർക്ക് നമുക്ക് ഈ വീവ് ടവറിൽ കയറാൻ വിചാരിക്കുകയാണ്. സോ അവിടെ ഓൾറെഡി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. ആ വീവ് ടവറിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു ഫാമിലി വരുന്നുണ്ട്. സോ അവർ ഇന്നൊരു സൈഡിലിരിക്കുക. അവർ നേരത്തെ വന്നിട്ടുണ്ട് ഓൾറെഡി. സോ അവരെ കൊണ്ട് നമുക്ക് 2 ടിക്കറ്റ് ഉണ്ട്. സോ അതിൽ 2 പേര് കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സോ അവരെ ഒന്ന് തപ്പിയെടുക്കാൻ എവിടെയെന്ന്. ചേച്ചി ഹായ്, ഞാനും ചേച്ചിയും വീവ് ടവർ കയറാൻ വേണ്ടി പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ കാർഡ് സ്കാൻ ചെയ്തു.
ഇതിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് വീവ് ടവറിൽ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഒത്തിരി സ്പീഡൊന്നുമല്ല, സ്ലോ ആയിട്ട് പതുക്കെ കൊണ്ട് പോവുകയാണ് ഈ റൈഡ്. ഇതിൽ നമുക്ക് ബോളിവുഡ് വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. പാർക്കിംഗ് ലോട്ടും പിന്നെ എല്ലാ പവിലിയൻസ്, എല്ലാ കൺട്രീസിൻ്റെ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു മേളിൽ നിന്ന് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം കാണുന്നത് ഇത് ഇന്ത്യയാണ്. അവിടെ ഫ്രണ്ടിൽ അവർ താജ്മഹലിൻ്റെ ഒരു മോഡൽ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അകത്ത് പോകുമ്പോൾ ഒരുപാട് ഷോപ്സും പിന്നെ ചാറ്റ്സ് ഐറ്റംസും ചായ നല്ല അടിപൊളി ടേസ്റ്റാണ്. റൈഡ് കഴിഞ്ഞു, നമ്മുടേത് സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഇറങ്ങാൻ പോകുന്നു. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇന്ത്യൻ പവീലിയനിലാണ്. സോ ഇവിടെ ഞാൻ ഒരു ചായ മേടിച്ചു. ചായ അവർ കൊടുത്തത് ഒരു ഇത് എന്തുവാ മഡ് പോട്ടുണ്ട് ഗ്ലാസ്സിലാണ്. നല്ല രസമുണ്ടായിരുന്നു ഗ്ലാസ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, അത് വേറെയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷോപ്പിൽ എല്ലാവരും തലയിൽ ഒരു നമ്മുടെ മാംഗ്ലൂരിൽ ഈ ഗ്രൂംസ് എല്ലാം ഇടുക തലയിലിരിക്കുന്ന ഇതില്ലേ സാധനം, ആ ടർബൺ അങ്ങനെ എന്താ പറയുമല്ലോ, അതാണ്. അത് കണ്ടാൽ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ഷോപ്പിലും അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. Marhaba, marhaba. Welcome. Very good India, very nice. Welcome to India. Namaskar, welcome. Welcome to India. Banaro Maharaj. Piya pyariya. ഗൈസ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇന്ത്യയിലാണ്. നല്ല വിലയാണ് എല്ലാ ഡ്രസ്സും പിന്നെ ഇതൊക്കെ. പക്ഷെ അടിപൊളി ഡ്രസ്സസാണ്. ഞാൻ കാണിച്ചു തരാം. ഫുൾ ഇന്ത്യൻ ഡ്രസ്സസാണ്. ഇത് താജ്മഹലാണോടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. Si yo hubiera sabido que tú eras así, hace rato que yo me había ido de aquí. Ahora me voy para la calle. Ya nadie me pega, ya nadie le doy detalle. വേണമെങ്കിൽ നിന്നോ, ഞാൻ വീഡിയോ എടുത്തരാം. ഇപ്പൊ നമ്മള് ഈജിപ്തിലോട്ട് കയറുവാണ്. സോ ഈജിപ്തിൽ എന്തൊക്കെയെല്ലാം ഉണ്ടോ നമുക്ക് കണ്ടു നോക്കാം. ഇത് ഈജിപ്തിന്റെ ഒരു ഇതാണ്.
സമയം ഓൾറെഡി 8 മണി ആയിരിക്കുക. നമ്മൾ ഇതുവരെ ഒരുപാടൊന്നും കവർ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കേബിൾ കാറിൽ ഇരിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോ കേബിൾ കാറിൽ സെറ്റാ. ഉണ്ടല്ലേ നമുക്ക് ഇറങ്ങി സ്കാൻ ചെയ്യണോ ഇനി ഇവർക്ക് അവിടെ തിരിച്ചു പോകാൻ പറ്റുമോ? നമ്മൾ കേബിൾ കാർ റൗണ്ട് ട്രിപ്പ് എടുത്തത് കൊണ്ട് നമുക്ക് ഒരു പ്ലേസിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും സ്കാൻ ചെയ്തിട്ട് വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ എവിടെ കയറി അവിടെ പോയിട്ട് ഇറങ്ങാണ്. Okay. Balance, okay? 2. Okay, 4, 1. Excuse me, guys. ഇതേതാ? ഇത് അമസോണിയ അവേക്കൻസ് പറയുന്ന ഒരു എന്തോ അറിയാൻ വയ്യ. മോസ്റ്റ്ലി സൂ മാതിരി ആയിരിക്കും. നോക്കാം. ഓ അമസോണിയ ഫോറസ്റ്റ് മാതിരി. ആ ഫോറസ്റ്റ്. ഇവിടെ നിന്ന് റൈഡ്സ് ഒക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത്രേ ഉള്ളൂ. നമുക്കിത് റൈഡ്സ് നല്ലൊരു വാട്ടർ സ്പ്ലാഷ് റൈഡ് കഴിഞ്ഞു. മൊത്തത്തിൽ നനഞ്ഞു. ഈ തണുപ്പിൽ വീണ്ടും നനഞ്ഞു പോയി. നമ്മള് നല്ല തണുക്കുന്ന. എനിക്ക് ജാക്കറ്റ് പോലും ഞാൻ കൊണ്ടു വന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഐഫിൾ ടവർ കാണാൻ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ബർഗർ ഓർഡർ ചെയ്തു. എല്ലാവരും നല്ല വിശപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു ബർഗറും ഷവർമ്മ കഴിക്കാൻ വിചാരിക്കുന്നു. വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാല്ലേ. ഞാൻ ചിക്കൻ ആക്കി. അവർ ഇത് വറുത്തതിന് തന്നെ എന്തൊരു രൂപ.
നിങ്ങളിപ്പോൾ കാണുന്നത് ജപ്പാണിത്. ജപ്പാൻ്റെ പവലിയൻ. അവിടെ കുറേ ടോയ്സും ഇങ്ങനെ ഉണ്ടായിരുന്നു. പുറത്തും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇത് 5% ഉള്ളപ്പോൾ ഞാൻ ഇത്ര വീഡിയോസ് എടുത്തതാണ്. ഇന്ന് കുറേ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ബാക്കി എടുക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ടൈം വീണ്ടും എനിക്ക് പോകാൻ കിട്ടുമോ എന്നറിയത്തില്ല ബോളിവുഡ് വേൾഡിൽ. സോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ മിക്ക എല്ലാ വീഡിയോസ് എടുക്കാൻ ട്രൈ ചെയ്യൂ. ആൻഡ് പവർ ബാങ്കും കൊണ്ടുപോകും. ആൻഡ് ഇവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നവരായെങ്കിൽ തീർച്ചയായിട്ടും പവർ ബാങ്ക് എടുത്ത് കൊണ്ടുപോകാൻ. ബിക്കോസ് ചാർജ് ഒട്ടും തികയത്തില്ല വീഡിയോ എടുത്ത് ലാസ്റ്റ് വരെ ആകുമ്പോൾ. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് നമ്മുടെ ഫിഷ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല റേറ്റാണ്. അങ്ങനെ കൂടുതലൊന്നും മേടിച്ചില്ല. നമ്മൾ നോക്കി എല്ലാം ആസ്വദിച്ച് തിരിച്ചു വന്നു. ഹലോ, അങ്ങനെ നമ്മൾ എല്ലാ കൺട്രീസിനെ കണ്ടു. പക്ഷെ എനിക്ക് എല്ലാ കൺട്രീസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഫിനിഷ് ആയിപ്പോയി. അങ്ങനെ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ വന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ബോളിവുഡ് വേൾഡിൻ്റെ ജേർണി കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നോക്കാം. എനിക്ക് പക്ഷെ അതിൽ എല്ലാ റൈഡിലും ഇരിക്കാൻ പറ്റില്ല. 3 റൈഡ് മിസ്സായിപ്പോയി. ബിക്കോസ് 12:30 ഇവിടെ റൈഡ്സ് എല്ലാം ക്ലോസ് ആക്കും. 1:30 ഇതെല്ലാം ഫുൾ കംപ്ലീറ്റ് ക്ലോസ് ആക്കും. സോ അങ്ങനെ ഇപ്പോൾ 1 o'clock ആയി. സോ നമ്മൾ തിരിക്കുകയാണ് ഇവിടെ നിന്ന്. ഇതാണ് നമ്മുടെ സൗദി അറേബ്യ. ഈ ട്രാഫിക് കണ്ടിട്ട് നമ്മൾ വിചാരം ഇത് 7:30 ആയിരിക്കുമെന്ന്. പക്ഷെ ആക്ച്വലി ഇപ്പം മിഡ്നൈറ്റ് 1:30 ആണ്. പക്ഷെ ട്രാഫിക് കാണുമ്പോൾ അതാണ് പറയുന്നത്, ഈ സൗദിയിൽ വിന്റർ വന്നു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫാണ് കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്യുന്നതെന്ന്. സോ അങ്ങനെ നമ്മളും 1:30 ആകുമ്പോൾ ഇങ്ങനെ റോഡിൽ വണ്ടി ഒന്നും കാണത്തില്ല എന്ന് വിചാരം. പക്ഷെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.